ഇന്ന് മലപ്പുറം ചങ്ങരംകുളം ഒതളൂരിൽ 15 വയസ്സുകാരി ജീവനൊടുക്കിയത് പരീക്ഷാ പേടികൊണ്ടെന്ന് സൂചന. 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ ഫലം കാത്തിരിക്കുകയായിരുന്നു ഈ കുട്ടി. ഒതളൂർ 30-ൽ പവദാസിൻ്റെ മകൾ നിവേദ്യയെ ഇന്നലെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീർ ബിൻ കരീം വിശദാംശങ്ങൾ നൽകും തിരൂരിൽ നിന്ന്. സമീർ, ഗുഡ് മോർണിംഗ്. വളരെ സങ്കടകരമായ കാര്യമാണ്. ഒരുപാട് കുട്ടികൾ പരീക്ഷാഫലം കാത്തിരിക്കുകയാണ്. അവരോടൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള വഴികൾ നിങ്ങൾ അവലംബിക്കരുത്, ആശ്രയിക്കരുത്. പരീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. ഈ പരീക്ഷ അല്ലെങ്കിൽ അടുത്ത പരീക്ഷ എഴുതി ജയിക്കും, അത്രയേ ഉള്ളൂ. പരാജയപ്പെടുന്നവർ പറയൂ. ഇന്നലെ വൈകുന്നേരം 6 മണിക്കാണ് വീടിന്റെ ശുചിമുറിയിൽ ഈ പവദാസിന്റെ മകൾ നിവേദിയെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ ചങ്ങരംകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ആത്മഹത്യാ കുറിപ്പ് വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കുട്ടിയുടെ കൈപ്പടയിൽ എഴുതിയ കുറിപ്പാണ് പോലീസ് കണ്ടെത്തിയത്. ഈ കുറിപ്പിൽ പറയുന്നത്, ഞാൻ പോവുകയാണ്, ആരും ഒന്നും തന്നെ വിചാരിക്കരുത്, പരീക്ഷയിൽ തോൽക്കാനാണ് സാധ്യത, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഈ പരീക്ഷയിലുള്ള അല്ലെങ്കിൽ പരീക്ഷയിൽ വിജയിക്കുമോ അല്ലെങ്കിൽ തോൽക്കുമോ എന്നുള്ള ഭയമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വീട്ടുകാർ പറയുന്നത്, കഴിഞ്ഞ ഏതാനും ദിവസമായി കുട്ടി താൻ പരീക്ഷയിൽ ജയിക്കുമോ എന്നതടക്കമുള്ള ആശങ്ക പ്രകടിപ്പിച്ചിരുന്നെന്നും വീട്ടുകാർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പരീക്ഷ പേടിയാണ് കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനമായി പോലീസ് വ്യക്തമാക്കുന്നത്. വരുന്ന 8ാം തീയതിയാണ് SLC പരീക്ഷാ ഫലം വരാനിരിക്കുന്നത്. അതിന് ഏതാനും ദിവസം മുന്നെയാണ് ഇപ്പോൾ ഈ നിവേദ്യ ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. ഈ കുട്ടി നന്നായിട്ട് മിടുക്കിയായിട്ടുള്ള, ഒപ്പം തന്നെ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത്രയധികം ഒരു ആത്മഹത്യയിലേക്ക് നയിക്കത്തക്ക ഒരു ആശങ്ക കുട്ടിക്ക് വന്നത് എന്നുള്ള കാര്യത്തിലാണ് നിലവിൽ പോലീസിന്റെ ഒരു സംശയമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പോലീസ് വിശദമായി തന്നെ അന്വേഷണം നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹമുള്ളത് നിലവിൽ ഈ ചങ്ങരംകുളത്തുള്ള സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ്. ഇന്ന് തന്നെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയതിനു ശേഷം ഇന്ന് തന്നെ സംസ്കാരം നടത്താനാണ് നിലവിൽ കുടുംബത്തിന്റെ തീരുമാനം. ഓക്കെ, താങ്ക് യു സമീർ ബിൻ കരീം. എന്തായാലും ഒരു കാര്യം പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുണ്ട്. പരീക്ഷ അല്ല എല്ലാറ്റിൻ്റെയും അവസാനം. ഒരു പരീക്ഷയിൽ നമ്മളൊന്ന് തോറ്റുപോയി എന്ന് കരുതി നമുക്ക് ആ പരീക്ഷ എഴുതി ജയിക്കാവുന്നതേ ഉള്ളൂ. തോൽവി വിജയത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, ജീവിതം എന്ന വലിയ പരീക്ഷയിൽ വിജയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ ചെറിയൊരു തുണ്ടുഭൂമി മാത്രമാണ് നമ്മുടെ ഈ അക്കാഡമിക് പരീക്ഷകൾ. അത് കുട്ടികൾ തിരിച്ചറിയണം. മാതാപിതാക്കൾ ഈ കാര്യം കുട്ടികളോട് എപ്പോഴും പറയുകയും വേണം. പ്രത്യേകിച്ചും ഈ അന്തർമുഖരായ കുട്ടികൾ, ഇൻട്രോവർട്ടായ കുട്ടികളുണ്ട്. അവർ പല കാര്യങ്ങളും മാതാപിതാക്കളോട് സംസാരിക്കില്ല. ഈ കുട്ടികളെ നമ്മൾ ശ്രദ്ധാപൂർവം ഈ പരീക്ഷാക്കാലത്തും പരീക്ഷാ ഫലം വരുന്ന സമയത്തുമൊക്കെ നിരീക്ഷിക്കണം എന്നാണ് രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ഈ ചങ്ങരംകുളത്തുണ്ടായതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ നാട്ടിൽ. ഇനി മറ്റൊരു കാര്യം, എല്ലാ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾക്കും വിദേശ നാടുകളിൽ 1 വർഷമല്ല എന്ന് രാജീജി നായർ അമേരിക്കയിൽ നിന്നും എന്നെ വാട്സപ്പ് വഴി അറിയിക്കുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ 2 വർഷ കോഴ്സ്, മാസ്റ്റേഴ്സ് ഡിഗ്രി പല സ്ഥലങ്ങളിലും 2 വർഷ കോഴ്സായി തന്നെ തുടരുകയാണ്. രാജീജി നായർ, എൻ്റെ മകൻ തന്നെ അമേരിക്കയിലെ 2 കലാശാലകൾ, ഒന്ന് UK യിലും ഒന്ന് അമേരിക്കയിലും 2 കലാശാലകളിൽ 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിലാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. വിദേശ നാടുകളിലൊക്കെ ഇരുന്ന് ഞാൻ പറയുന്ന ഓരോ കാര്യവും ശ്രദ്ധാപൂർവം കേട്ട് ശ്രദ്ധിച്ച് അവർ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് എന്നെ അറിയിക്കുന്നു. തെറ്റുകൾ പറ്റിയാൽ ആ നിമിഷം തന്നെ തിരുത്താൻ എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ആൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എപ്പോഴും എൻ്റെ കരുത്ത്, ഞാൻ മനസ്സിലാക്കുന്നു.